ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വൺ ഷോട്ട് വൺ കൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എല്ലാ വർഷവും CSIR ചോദിക്കുന്ന വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടായിരിക്കും. ട്രാൻസ്ക്രിപ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രീവിയസ് ഇയർ 25 ക്വസ്റ്റ്യൻ ആണ്. Which one of the following statements depicts the correct function of TF2B? ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2Bയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇനീഷ്യേഷൻ്റെ ഭാഗത്ത് കുറേ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വന്നിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈറ്റ്ലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ ആ ഒരു റെഗുലേറ്റഡ് സ്റ്റേജിന് ഹെൽപ്പ് ചെയ്യാനാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് TF2B ആണ്. നമുക്ക് ഓരോ ഓപ്ഷൻസും വായിച്ചു നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഇറ്റ് ബൈൻഡ്സ് ടു ദി ടാറ്റ ബോക്സ് ആൻഡ് ബൈൻഡ്സ് ഇൻ ദ പ്രോപ്പർ പൊസിഷനിങ് ഓഫ് RNA പോളിമറേസ്. ടാറ്റ ബോക്സ് എന്താണ്? നമുക്ക് ആവശ്യമുള്ള ഏത് RNA ആണോ അല്ലെങ്കിൽ ഏത് DNA ആണോ RNA ആക്കേണ്ടത്, ആ ഒരു തുടക്കം ഇനിഷ്യേഷൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ ടാറ്റ ബോക്സ് എന്നാണ് പറയണത്. ഓക്കെ, ടാറ്റ ബോക്സ്. അപ്പോൾ ടാറ്റ ബോക്സിൽ ഡയറക്റ്റ് ആയിട്ട് ഈ TF2B ബൈൻഡ് ചെയ്തിട്ട് RNA പോളിമറേസ് 2ൻ്റെ RNA പോളിമറേസ് 2 ആണ് നമ്മൾ പോളിമറൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ പൊസിഷനിങ്ങിനെ സഹായിക്കുന്നു എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷൻ ഈസ് പാർഷ്യലി കറക്റ്റ് ആണ്. RNA പോളിമറേസ് 2ൻ്റെ പൊസിഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ടാറ്റ ബോക്സിലല്ല ബൈൻഡ് ചെയ്യുന്നത്. ടാറ്റ ബോക്സിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ പേര് TBP എന്നാണ്, അതായത് ടാറ്റ ബോക്സ് ബൈൻഡിങ് പ്രോട്ടീൻ. TBP മാത്രമാണ് ടാറ്റ ബോക്സിൽ ഡയറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഒരിക്കലും ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2B ബൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇലോങ്ങേഷൻ ഫേസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ TF2B എന്ന് പറയുന്നത് ഇനീഷ്യേഷൻ സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്, ഇലോങ്ങേഷൻ അല്ല. അപ്പോൾ ഇത് ഡയറക്ട്ലി തെറ്റാവും. തേർഡ് ഓപ്ഷൻ എന്താ? ഇറ്റ് ഫോംസ് ദി ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ കോംപ്ലെക്സ്. ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ കോംപ്ലെക്സ് ബൈ ഇൻട്രാക്ടിങ് വിത്ത് RNA പോളിമറേസ് 2 ആൻഡ് TBP. വളരെ കറക്റ്റാണ്. ഇതിൻ്റെ മെയിൻ യൂസേജ് അല്ലെങ്കിൽ TF2B എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ടാറ്റ ബോക്സിൽ TBP വന്ന് ബൈൻഡ് ചെയ്യും. അതിനുശേഷം വേറെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ടുള്ള TF2D വന്ന് ബൈൻഡ് ചെയ്യും. TF2D. അതിനുശേഷമാണ് TF2Aയും Bയും ഒരുമിച്ച് വന്ന് ബൈൻഡ് ചെയ്തത്. TF2Aയും Bയും ബൈൻഡ് ചെയ്തതിനു ശേഷമാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F പോളിമറേസുമായിട്ട്, അതായത് RNA പോളിമറേസ് 2 ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇത് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ബാക്കിയായിട്ടുള്ള Eയും Hഉം എല്ലാം വന്ന് ബൈൻഡ് ചെയ്ത് ഇതിനെയാണ് നമ്മൾ ഇനീഷ്യേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ കോംപ്ലെക്സ് എന്നാണ് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ കോംപ്ലെക്സ്. സോ ഈ ഒരു കോംപ്ലെക്സ് ഫോം ചെയ്താൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ കോംപ്ലെക്സ് ഫോം ചെയ്യാനും ആ കോംപ്ലെക്സ് ഫോം ചെയ്യുമ്പോൾ ഈ RNA പോളിമറേസിൻ്റെ കറക്റ്റായിട്ട് ഈ പറയുന്ന സ്ട്രാൻഡിലേക്ക് ബൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ TBP പോളിമറേസിൻ്റെ ഇടയിൽ ഇതിങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2B. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. എന്നാലും നമുക്ക് ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഇറ്റ് ആക്ട് ആസ് എ കോ ആക്ടിവേറ്റർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ബൈൻഡിങ് ഓഫ് ദി എൻഹാൻസേഴ്സ് ടു ദി പ്രൊമോട്ടർ. അല്ല, ഇത് ശരിക്കും റെഗുലേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഇങ്ങനെ ഇതുപോലെ ആക്ടിവേഷനും അല്ലെങ്കിൽ എൻഹാൻസറോ പ്രൊമോട്ടറോ ഒന്നുമല്ല, ജസ്റ്റ് ഈ പറയുന്ന RNA പോളിമറേസിൻ്റെ കറക്റ്റ് പൊസിഷനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രം അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലെക്സ് നമ്മൾ പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടിയുള്ള ഈ ഇനീഷ്യേഷൻ കോംപ്ലെക്സിനെ സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2Bയുടെ മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് CSIR എക്സ്പെക്ട് ചെയ്യാം ട്രാൻസ്ക്രിപ്ഷൻ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും, എസ്പെഷ്യലി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രൊക്യാരിയോട്സിൻ്റെ ഒരു വീഡിയോ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി യുക്യാരിയോട്സിൻ്റെ വീഡിയോ സീരീസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ പറയാം, ഞാനത് പുതിയൊരു വീഡിയോ ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട്. സോ താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺ.